നമസ്കാരം. ഇന്നത്തെ 10 പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ത്യക്കാരനെ സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധേയനാക്കി. കൊലപാതക കേസിലെ പ്രതിയായ ജമാലുദ്ദീൻ ഖാൻ താഹിർ ഖാൻ എന്ന ഇന്ത്യക്കാരന്റെ വധശിക്ഷയാണ് നടപ്പിലാക്കിയത്. മുഹമ്മദ് നൌഷാദ് ഖാൻ എന്നയാളെ കൊലപ്പെടുത്തി കിണറിലേക്ക് വലിച്ചെറിഞ്ഞു എന്നായിരുന്നു പ്രതിക്കെതിരെ ഉണ്ടായിരുന്ന കുറ്റം. ആഭ്യന്തര മന്ത്രാലയമാണ് വധശിക്ഷ നടപ്പിലാക്കിയ കാര്യം അറിയിച്ചത്. ജൂൺ 1 മുതൽ സൗദി അറേബ്യയിൽ വേനൽക്കാലം ആരംഭിക്കുമെന്ന് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജിയുടെ മുന്നറിയിപ്പ്. കിഴക്കൻ മധ്യപ്രദേശങ്ങളിൽ താപനില ഉയരും. പ്രാരംഭ സൂചകങ്ങൾ വരാനിരിക്കുന്ന വേനൽക്കാലത്ത് കടുത്ത ചൂടുള്ള അവസ്ഥയിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് NMC വക്താവ് ഹുസൈൻ അൽ കഹ്താനി പറഞ്ഞു. സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മഴയും മണൽക്കാറ്റും ഉൾപ്പെടെയുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സംഭവിച്ചിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് തീർത്ഥാടക സംഘം സൗദിയിലെത്തി. മദീനയിലെ അമീർ മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ 283 അംഗ ഇന്ത്യൻ തീർത്ഥാടക സംഘത്തിന് വിമാനത്താവളത്തിൽ സ്വീകരണം നൽകി. ഇത്തവണ 1,40,020 തീർത്ഥാടകർ ഹജ്ജ് കമ്മിറ്റി മുഖേനയും 35,005 പേർ സ്വകാര്യ ഗ്രൂപ്പിലുമാണ് ഹജ്ജ് തീർത്ഥാടനത്തിനായി എത്തുക. അന്തരിച്ച ഷെയ്ഖ് ഹസ്സ ബിൻ സുൽത്താൻ ബിൻ സയ്യിദ് അൽ നഹ്യാൻ വിടചൊല്ലി അബുദാബി രാജകുടുംബം. രാജകുടുംബാംഗങ്ങളുടെ അന്ത്യവിശ്രമ സ്ഥലമായ അൽ ബത്തീനയിലായിരുന്നു ഖബറടക്കം. 30-നടുത്ത് പ്രായമുള്ള അദ്ദേഹം ബുധനാഴ്ചയാണ് മരിച്ചത്. വ്യാഴാഴ്ച അബുദാബി അൽ ബത്തീനയിലെ ഷെയ്ഖ് സുൽത്താൻ ബിൻ സയ്യിദ് ഒന്നാം പള്ളിയിൽ മയ്യത്ത് നമസ്കാരം നടന്നു. ഷെയ്ഖ് ഹസയുടെ മരണകാരണം പുറത്തുവിട്ടിട്ടില്ല. 2019 അന്തരിച്ച ഷെയ്ഖ് സുൽത്താൻ ബിൻ സയ്യിദ് അൽ നഹ്യാന്റെ മകനാണ്. മലയാളി വിദ്യാർത്ഥിയെ UAE-യിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുവനന്തപുരം നെയ്യാറ്റിൻകര തോട്ടാത്തുവിള ബാബു നിവാസിൽ ബാബു ശ്രീജ ദമ്പതികളുടെ മകനായ 20-കാരനായ ആഷിഖ് ലിയോയാണ് മരിച്ചത്. റാസൽ ഖൈമ സ്റ്റെർലിംഗ് യൂണിവേഴ്സിറ്റിയിൽ 2ാം വർഷ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു. അധ്യാപികയായ മാതാവ് വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. അംഗപരിമിതർക്ക് ഷാർജയിൽ പൊതുവിടങ്ങളിൽ സൗജന്യമായി പാർക്കിംഗ് ലഭിക്കും. ഇതിനായി നിലവിലുണ്ടായിരുന്ന ID കാർഡ് സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കി. കാറിന്റെ വിൻഷീൽഡിൽ പതിച്ചിരുന്ന ID കാർഡ് സ്കാൻ ചെയ്താണ് പാർക്കിംഗ് ലഭ്യമാക്കിയിരുന്നത്. ശരിയായ ഇടങ്ങളിൽ പാർക്ക് ചെയ്യാത്തതിന്റെ പേരിൽ അംഗപരിമിതർ ഷാർജയിൽ പിഴയടക്കമുള്ള ശിക്ഷാ നടപടികൾക്ക് വിധേയരാകുന്ന സാഹചര്യത്തിലാണ് പുതിയ സംവിധാനം ഏർപ്പെടുത്തുന്നതെന്ന് ഷാർജ മുനിസിപ്പാലിറ്റിയിലെ പബ്ലിക് പാർക്കിംഗ് ഡയറക്ടർ ഹമീദ് അൽ ഖൈദ് വ്യക്തമാക്കി. അവധിക്ക് നാട്ടിൽ പോയ പ്രവാസി വാഹനാപകടത്തിൽ മരിച്ചു. കാസർഗോഡ് സ്വദേശി പുല്ലൂർ മാട്ടിക്കൽ കുറുമ്പാരത്തെ കൃഷ്ണദാസ് ആണ് മരിച്ചത്. 45 വയസ്സായിരുന്നു. കാഞ്ഞങ്ങാട്ട് വെളിക്കോത്ത് പെരളത്ത് മിനി ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ചാണ് അപകടം. കുവൈത്തിലെ KDD കമ്പനിയിൽ ജോലിക്കാരനെ കൃഷ്ണദാസ് 1 മാസം മുമ്പാണ് നാട്ടിലേക്ക് പോയത്. കുവൈത്തിലേക്ക് തിരിച്ചു വരാനുള്ള ടിക്കറ്റിന്റെ ആവശ്യത്തിന് കാഞ്ഞങ്ങാട്ടേക്ക് പോകുന്ന വഴിയാണ് അപകടമുണ്ടായത്. തൃശൂർ സ്വദേശിയായ യുവാവിനെ 2 മാസമായി കാണാനില്ലെന്ന് പരാതി. തിരുമുക്കുളം കുഴൂർ സ്വദേശിയായ ജിത്തു സുരേഷിനെയാണ് കാണാതായത്. 2 മാസമായി കാണാനില്ലെന്ന് കാണിച്ച് പിതാവ് സുരേഷ് കുമാർ ഷാർജ പോലീസിൽ പരാതി നൽകി. സ്വകാര്യ കമ്പനിയിൽ സെയിൽസ് അസിസ്റ്റന്റായി ജോലി ചെയ്തു വരികയായിരുന്ന ജിത്തുവിനെ ഈ വർഷം മാർച്ച് 10 മുതലാണ് കാണാതായത്. കേന്ദ്രമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടുണ്ട്. UAE ഒമാൻ ട്രെയിൻ സർവീസ് യാഥാർത്ഥ്യമാകുന്നു. ഹഫീദ് റെയിൽ എന്നാണ് പദ്ധതിയുടെ പേര്. ഇത്തിഹാദ് റെയിൽ, ഒമാൻ റെയിൽ, ഒമാനി എമിറാത്തി റെയിൽവേ ശൃംഖല പദ്ധതിയുടെ നിർമ്മാണം ആരംഭിക്കാൻ കരാറിൽ ഒപ്പിട്ടു. പാസഞ്ചർ ട്രെയിനിന് മണിക്കൂറിൽ 200 കിലോമീറ്റർ വരെ വേഗം കൈവരിക്കാൻ സാധിക്കും. ഒരു ട്രെയിനിൽ 400 പേർക്ക് യാത്ര ചെയ്യാം. ഷാർജയിൽ സ്കൂൾ വിദ്യാർത്ഥി കാറിനകത്ത് മരിച്ച സംഭവത്തിൽ ഡ്രൈവറായ യുവതിക്ക് ബംഗ്ലാദേശി കുടുംബം മാപ്പ് നൽകി. എല്ലാ കുട്ടികളും ഇറങ്ങിയെന്ന ധാരണയിൽ യുവതി വണ്ടി ലോക്ക് ചെയ്ത് പോവുകയായിരുന്നു. തിങ്കളാഴ്ചയായിരുന്നു ഷാർജയിലെ ഇബ്നുസീന സ്കൂൾ വിദ്യാർത്ഥിയായ 7 വയസ്സുകാരൻ കാറിനകത്ത് അതിദാരുണമായി മരണപ്പെട്ടത്. ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.